കള്ളൻ വിജയൻ ലേഖനവിവാദത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ്. സംഭവം വിവാദമായതോടെ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ ചുമതലക്കാരനായിരുന്ന KR അജയൻ എന്ന ന്യൂസ് എഡിറ്ററെ സ്ഥാനത്ത് നീക്കി സ്വന്തം മാൻ രക്ഷിച്ചിരിക്കുകയാണ് എം സ്വരാജ്. VS അനുസ്മരണം ഉൾപ്പെടുത്തിയ വാരാന്ത്യം പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ വന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള തർക്കത്തെ തുടർന്നാണ് ഈ നടപടി. ഇത് എം സ്വരാജ് അടക്കമുള്ളവർ വിഷയത്തിൽ ഉന്നയിച്ച വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതോടെയാണ് KR അജയനെതിരെ നടപടിയെടുത്ത് പാർട്ടി നേതൃത്വം മുഖം രക്ഷിച്ചിരിക്കുന്നത്. KR അജയന് പകരം T ചന്ദ്രമോഹനാണ് വാരാന്ത്യ പതിപ്പിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. നടപടിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ദേശാഭിമാനിയിൽ KR അജയൻ്റെ ഓഫീസ് മുറിയുടെ വാതിൽ പൂട്ടി പുറത്താക്കിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ ജോലിക്കെത്തിയപ്പോഴാണ് വാതിൽ പൂട്ടിയതായി കണ്ടത്. തുറന്നു നൽകിയതുമില്ല. പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കിയെന്ന് കാണിച്ച് KR അജയന് റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് കാരണം കണ്ടെത്തൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് അജയൻ മറുപടി നൽകിയിരുന്നു. ഈ വിശദീകരണം തള്ളിയാണ് ഇപ്പോഴത്തെ പുറത്താക്കൽ നടപടി. വാരാന്ത്യ പതിപ്പ് നിർത്തിയത് സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയത് എങ്ങനെ എന്നായിരുന്നു വാരാന്ത്യ പതിപ്പ് തയ്യാറാക്കിയ എഡിറ്ററായ KR അജയന് നൽകിയ എം സ്വരാജിൻ്റെ നോട്ടീസിലെ ചോദ്യം. താൻ അത്തരം കള്ളപ്പണി ചെയ്തിട്ടില്ല എന്ന് KR അജയൻ ശക്തമായൊരു മറുപടി തിരികെ നൽകുകയും ചെയ്തു. പക്ഷേ ഈ വിശദീകരണം തള്ളിക്കൊണ്ടാണ് എം സ്വരാജിൻ്റെയും പാർട്ടി നേതൃത്വത്തിൻ്റെയും നടപടി. ഞായറാഴ്ച പുറത്തിറങ്ങിയിട്ടിരുന്ന വാരാന്ത്യ പതിപ്പിലാണ് വിവാദ ഫീച്ചർ ഉണ്ടായത്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ VSനെ കുറിച്ചുള്ള KV സുധാകരൻ്റെ ഓർമ്മക്കുറിപ്പാണ് പ്രധാനമായും വാരാന്ത്യ പതിപ്പിൻ്റെ മുഖലേഖനമായി ഉണ്ടായിരുന്നത്. അവസാന പേജിലായിരുന്നു TC രാജേഷ് തയ്യാറാക്കിയ കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തത്തിപ്പാറ PO എന്ന സ്പെഷ്യൽ സ്റ്റോറി ഉണ്ടായിരുന്നത്. ഫീച്ചർ VSൻ്റെ ഓർമ്മക്കുറിപ്പും കള്ളൻ വിജയൻ എന്ന ഫീച്ചറും ഒരു വാരാന്ത്യ പതിപ്പിൽ വരുന്നത് തെറ്റായ വ്യാഖ്യാനത്തിന് വഴിവെക്കുമെന്ന വൈരുദ്ധ്യാത്മക താത്വിക വിശദീകരണം ചൂണ്ടിക്കാട്ടിയാണ് എം സ്വരാജ് ഇടപെട്ട് അച്ചടിയും വിതരണവും നിർത്തിയത്. ഒടുവിൽ വാരാന്ത്യ പതിപ്പ് നിർത്തിയെ സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി. അത് വലിയ വാർത്തയായി. ഇതെങ്ങനെയെന്ന് സമാധാനം പറയേണ്ട ഉത്തരവാദിത്വം ഒടുവിൽ KR അജയൻ എന്ന ആ പാവം ന്യൂസ് എഡിറ്ററുടെ തലയിലേക്ക് കൊണ്ടുവച്ചു എം സ്വരാജും പാർട്ടിയിലെ കുത്തക പ്രമാണിമാരും. ഒടുവിലിതാ KR അജയനെ വാരാന്ത്യ പതിപ്പിൻ്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു.